തിരുവനന്തപുരത്തെ പഠനം കഴിഞ്ഞു 1955. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനിടയിൽ നാഗ്പൂരിൽ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഒരു ബൈഠക്ക് ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ നിന്ന് ദത്താജി ഡിഡോൾക്കർ പോയി, ഭാസ്കർ റാവു പോയി. ആ ബൈഠക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ താമസിക്കുകയാണ്, വെക്കേഷൻ കാലമാണ്. വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെഴുത്ത് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആ ബൈഠക്ക് കഴിഞ്ഞ് അവർ തിരിച്ച് എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് നിന്ന് തൊടുപുഴ വന്നു. അപ്പോൾ ആ വെക്കേഷൻ കാലത്ത് ഇവിടെ നമ്മുടെ ഒരു പരിചയക്കാരനൊരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്നു. മൂസ എ ബേക്കർ എന്നാണ് അയാളുടെ പേര്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എനിക്കൊന്ന് ഫ്രോ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് അയാൾ റിട്ടയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടാണ് അയാൾ മൂസ എ ബേക്കർ, ഡോക്ടർ മൂസ എ ബേക്കർ എന്നാണ് അവസാനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു അയാൾ. ഞാനിങ്ങനെ നാട്ടിൽ താമസിക്കുന്ന വെക്കേഷൻ കാലത്ത് ഇവർക്ക് എഴുത്തെഴുതുമ്പോൾ അവർ മറുപടി അയക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ നാഗ്പൂരിൽ നിന്നും ഈ ബൈഠക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് എറണാകുളത്ത് വരുന്ന ഭാസ്കർ റാവും ദത്താജിയും കൂടി ഒരു ദിവസം വീട്ടിൽ വന്നു, മണക്കാട്ടെ വീട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ശാഖയിൽ പോകുന്ന കാര്യമൊക്കെ വീട്ടിലറിയാം. അവർ രണ്ടുപേരും വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഈ മൂസായ ബേക്കർ ട്യൂട്ടോറിയൽ നടത്തിയിരുന്നു തൊടുപുഴ. ഞാൻ അവിടെ ചില വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടാണ് കയറി വന്നത്. അവിടെ കയറി വന്നപ്പോൾ അവരുടെ കൂടെ ഞാൻ തൊടുപുഴയ്ക്ക് വന്നു, മണക്കാട്ടേക്ക് വന്നു. അന്ന് തൊടുപുഴയിൽ നിന്നും മണക്കാട്ടേക്ക് നടക്കണമായിരുന്നു, ബസ്സില്ല. മഴ കഴിഞ്ഞാൽ ആ റോഡ് മുഴുവനും ചെളിക്കുണ്ടാണ്. അങ്ങനത്തെ റോഡ് ഇന്നത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത സ്ഥലത്ത്. അങ്ങനെയുള്ള ആ ചെളിക്കൂടെ നടത്തി അവർ വീട്ടിൽ വന്ന് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച്, വീട്ടിൽ ധാരാളം മാങ്ങ ഉണ്ടായിരുന്നു, മാമ്പഴം കഴിച്ച് അവിടുന്ന് തിരിച്ചു വന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അവർ ആദ്യമായിട്ട് ഒരു സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ എൻ്റെ വീട്ടിലാണ് വരുന്നത്. പിന്നെ ഈ സംഘത്തെക്കുറിച്ച് അച്ഛന് നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഊഹം. കാരണം 1940 NSSൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ രജത ജൂബിലി ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി സവർക്കറായിരുന്നു. ആ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അച്ഛനും അതേപോലെയുള്ള ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവർ ഈ സവർക്കറുടെ പ്രസംഗം കേട്ടതും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ സംഘത്തിനെക്കുറിച്ച് പൊതുവേ ഹിന്ദു സംഘടന എന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണാതിരിക്കില്ല. ഏതായാലും അവർ വന്ന് കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. തിരിച്ച് ഞങ്ങൾ തൊടുപുഴ പോയി, അവരെ ബസ് കയറ്റി മൂവാറ്റുപുഴ പോയി എറണാകുളം ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ അതാണ് ഒരു സംഘത്തിൻ്റെ അധികാരി ആദ്യമായിട്ട് ഒരു പ്രചാരകൻ തൊടുപുഴ വന്നത്. പിന്നെ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ലീവ് വേക്കൻസിയിൽ മണക്കാട്ടെ NSS ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടി. അപ്പോൾ തന്നെ ഞാൻ സംഘവുമായിട്ട് എനിക്കുള്ള ബന്ധവുമെല്ലാം നാട്ടുകാർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങളുടെ മണക്കാടെന്ന് പറഞ്ഞ സ്ഥലം വലിയൊരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായിരുന്നു ആ കാലത്ത്. ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഒരുത്തൻ പോയി ഈ വർഗീയവാദിയായിട്ട് വന്നല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു പല ആളുകൾക്കും. അവർ പലരും വീട്ടിൽ വന്നു. എന്നിട്ട് RSSനെ കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സൊക്കെ എനിക്ക് തന്നു. പാർട്ടിക്കാർ അവർക്ക് കൊടുക്കുന്ന സ്റ്റഡി ക്ലാസ് എനിക്ക് തന്നേ ഉള്ളൂ. അതെന്തെങ്കിലും പോട്ടെ, അത് നമ്മുടെ അധ്യാപകനായിരുന്നു. അതിലൊരാൾ പിന്നീട് ഇവിടുത്തെ മാത്രമല്ല എറണാകുളം ജില്ല അടക്കം സംഖ്യാലക്കായിരുന്നു. അങ്ങനെ എന്നെ ഉപദേശിക്കാൻ വന്നതിലൊരാൾ ഇവിടെ തൊടുപുഴ സംഖ്യാലക്കായിരുന്നു. അന്ന് തൊടുപുഴ എറണാകുളം ജില്ലയിലായിരുന്നു. കാരണം എറണാകുളം ജില്ലയുടെ സംഖ്യാലക്ക് ഒരു വർഷം ഉണ്ടായിരുന്നു നേരം. അപ്പോൾ അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ സ്കൂളിൽ ജോലി കിട്ടി. ആ സ്കൂളിൽ 2 മാസത്തെ ഒരു ലീവ് വേക്കൻസിയാണ് വെക്കേഷൻ കാലത്ത്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ ചില സ്റ്റുഡൻസൊക്കെ സംഘത്തിനെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ തൊടുപുഴ തന്നെ പല ആളുകൾക്കും സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അതിനവർ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത് എന്താണെന്നറിയാമോ? സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു മാരാർ സാറുണ്ടായിരുന്നു. അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കും. പിന്നെ ഇവിടുത്തെ ഡ്രിൽ മാസ്റ്ററുണ്ട് സ്കൂളിൽ, അദ്ദേഹം മറ്റേ കായിക കാര്യങ്ങളും പഠിപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമുക്കിവിടെ RSS തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ പഴയ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു, ഇവിടെ നമുക്ക് ശാഖ തുടങ്ങുന്നതിനെക്കുറിച്ച്. അങ്ങനെ അവരെല്ലാം കൂടി നടത്താനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഇവിടെ ഈ ബോംബെയിൽ പോയി കുറേ കാലം ജോലി ചെയ്തിരുന്ന ഒരു ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ശാഖയിൽ പോയിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരത്തെ തൈക്കാട്ട് മൈതാനത്തെ ആ പരിപാടിയും അവിടുത്തെ സംഘടനയൊക്കെ കണ്ട മറ്റൊരാളുണ്ടായിരുന്നു ഇവിടെ, അയാളും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംഘത്തിൻ്റെ ആളാണെന്ന് അറിഞ്ഞ സമയത്ത് അവരൊക്കെ ഒരുമിച്ച് കൂടി ശാഖ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൂടി ഒരു ശാഖ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു.
ശാഖ തുടങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തോട്ട് മങ്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മങ്കുഴിക്കാരനൊരു ടൈലറുണ്ട് ഇവിടെ. അയാൾ കൊല്ലത്ത് മറ്റേ പണ്ട് ശാഖയിൽ പോയിട്ടുണ്ട്. ആലപ്പുഴയിലെ ഒരാളുണ്ടായിരുന്നു ഇവിടെ. അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ജോലിയായിരുന്നു, കളക്ടർ അല്ല ഇവിടുത്തെ ജില്ലാ ഓഫീസിലോ മറ്റോ. അദ്ദേഹം വന്നു. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരും കൂടെ ആ സമയത്ത് ശാഖയിൽ വന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് അമ്പലത്തിൽ തന്നെ അങ്ങോട്ട് തുടങ്ങി. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് തന്നെയാണ് ശാഖ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് ഞാൻ ഭാസ്കർറാവുജിക്ക് എഴുതി. ഭാസ്കർറാവുജിക്ക് എഴുതിയപ്പോൾ പറഞ്ഞു ഞാൻ ഒരാളെ അയക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ഹരിയേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു പുരുഷോത്തമനുണ്ടായിരുന്നു. ആ പുരുഷോത്തമനെ അയച്ചു. പുരുഷോത്തമൻ ഒരു ദിവസം വന്നു, സംഘത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്കും ഈ സമയം മാറിയിട്ട് പരമേശ്വർജി എറണാകുളത്ത് പ്രചാരകനായി, ഭാസ്കർറാവു കോട്ടയത്തേക്ക് പോയി. പിന്നെ പരമേശ്വർജിയായിട്ടായി ബന്ധം. പരമേശ്വർജിയും വന്നു. അങ്ങനെ ക്രമേണ ഇവിടുത്തെ ശാഖ തുടങ്ങി. ആ ശാഖ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്നു എന്ന് പറയാം. പിന്നെ ആ കാലത്ത് MS സാറ് വാഴൂർ പ്രചാരകനായിരുന്നു. അതേപോലെ എറണാകുളത്ത് പ്രചാരകനായിട്ടുള്ള ഒരു രാമകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഒരു 10-20 ദിവസം വിസ്താരകനായിട്ട് വന്ന് വർക്ക് ചെയ്തു. പിന്നെ MS സാർ ഇവിടെ പ്രചാരകനായിട്ട് വന്നു. ഞാൻ പ്രചാരകനായിട്ട് പോകാൻ ഉള്ള ആഗ്രഹം ഭാസ്കർറാവുവിനെയും ദത്താജിയൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ പോവാം, എവിടെ വേണം എന്നുള്ളതൊക്കെ അറിയിക്കാം, ആ സമയത്ത് തൊടുപുഴയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും ചുമതലപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദത്താജിയുടെ എഴുത്ത് വന്നു മദ്രാസിൽ നിന്ന്, ഇങ്ങനെ പോകണം, ഗുരുവായൂരാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഭാസ്കർറാവുവും എഴുത്തയച്ചു. ഭാസ്കർറാവു എന്ന് കോട്ടയത്താണ്. ഭാസ്കർറാവുവും വളരെ മനോഹരമായിട്ടുള്ളൊരു എഴുത്തയച്ചു. ദത്താജിയും അതേപോലെ അയച്ചിരുന്നു. ഭാസ്കർറാവുവിൻ്റെ ജീവചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് അയച്ച കത്തുകൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ അന്ന് വാഴൂർ ഹൈസ്കൂളിൽ സംഘത്തിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഡിസംബറിൽ നടത്താറുള്ള ക്യാമ്പ്, വിൻ്റർ ക്യാമ്പ് എന്ന് പറയുന്ന ഹേമന്ത് ശിവരം. ആ കാലത്ത് ആ ക്യാമ്പിന് പോയി തൊടുപുഴയിൽ നിന്നൊരു 8-10 സ്വയംസേവരെ കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല അവിടെ ചെന്നപ്പോൾ ദത്താജിയോട് പറഞ്ഞു ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന്. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ ഒരു ശിബിരം ഉണ്ടായിരുന്നു ആ സമയത്ത്, തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ ഗുരുജിയൊക്കെ വന്ന ശിബിരമാണ്. ആ ശിബിരത്തിൽ വെച്ചും ഈ കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി വിവരം അറിയിക്കാം, അപ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ ഗുരുവായൂരിലേക്കാണ് പോകേണ്ടതെന്നുള്ള വിവരം അറിഞ്ഞു. നേരെ എറണാകുളത്ത് പോയി. അന്ന് എറണാകുളത്ത് പരമേശ്വർജിയാണ് പ്രചാരകൻ. പരമേശ്വർജിയെ കണ്ടു. പരമേശ്വർജി പറഞ്ഞു ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ ശാഖകളൊക്കെ പോയി കണ്ടു. നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു യജ്ഞം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ആ യജ്ഞത്തിൽ പോയി. എറണാകുളത്തും മട്ടാഞ്ചേരിയിലും ഉണ്ടായിരുന്നു. അവിടുന്ന് ബോട്ടിലാണ് മട്ടാഞ്ചേരിക്ക് പോകുക. അങ്ങനെ ബോട്ടിൽ മട്ടാഞ്ചേരിക്ക് പോയി. അങ്ങനെ ഒരാഴ്ച എറണാകുളത്ത് നിന്ന് അവിടുത്തെ ശാഖകളും അവിടുത്തെ ആൾക്കാരും ഒക്കെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ഗുരുവായൂർക്ക് പോയി. അങ്ങനെയാണ് 1957 മാർച്ചിലാണ് തോന്നുന്നു. ഗുരുവായൂരിലെ സംഘപ്രവർത്തനം ഒരു കാലത്ത് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ ശാഖകളൊക്കെ ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ, സംഘസ്ഥാനിലില്ല. അതാണ് അന്നത്തെ അവസ്ഥ. പരമേശ്വർജി എന്നെ അവിടെ കൊണ്ടുപോയി ഓരോ സ്ഥലത്തും പോയി അവിടുത്തെ സ്വയംസേവരൊക്കെ വിളിച്ചു കൂട്ടി. പിന്നെ ശാഖകൾ ഓരോന്നായിട്ട് തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അന്ന് അവിടെ 10-12 സ്ഥലങ്ങളിൽ ശാഖകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒന്നും തുടങ്ങാൻ സാധിച്ചില്ല. ഒരു 4-5 തുടങ്ങാൻ സാധിച്ചു. അതിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് 2 ശാഖകളിൽ ഒരിടത്താക്കി അങ്ങനെയൊക്കെ നടത്തി. അവിടെ അന്ന് കടപ്പുറത്ത് വേലു എന്ന് പറഞ്ഞൊരു സ്വയംസേവനുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ഓട്ടിസ്റ്റ് കഴിഞ്ഞ ആളാണ്. 48-ലോ മറ്റോ 47 അന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞ ആളാണ്. പിന്നെ ഒരു ബാലകൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ നായർ അതേപോലെ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ്. ബാലകൃഷ്ണൻ നായർ പ്രചാരകമായിട്ട് പൊന്നാനിയിൽ വർക്ക് ചെയ്യുകയാണ് ആ സമയത്ത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. ഈ വേലുവിന് പെട്ടെന്ന് ശരീരം മുഴുവൻ തളർന്നു പോയ ഒരു അസുഖം വന്നു. 2 മാസം അങ്ങനെ മലന്ന് കിടക്കേണ്ടി വന്നു. ആയുർവേദ ചികിത്സ കൊണ്ട് അത് ഭേദമായെങ്കിലും അതിനുശേഷം പിന്നെ വേലു ഈ പൊതുവെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും നിൽക്കാതെ ഗുരുവായൂരിൽ തന്നെ സ്ഥിരം താമസമാക്കി. എല്ലാ ദിവസവും രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വരും. രാത്രി അവിടുത്തെ ഈ ഇതുണ്ടല്ലോ തൃപ്പുക എന്ന് പറഞ്ഞ ചടങ്ങാണ്. അതായത് അത്താഴപൂജയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഗുരുവായൂർ തന്നെ ഒരു സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി. മരിക്കുന്നത് വരെ ഗുരുവായൂരായിരുന്നു ആ വേലു. അത് കാരണം അവരുടെ 2 പേരുടെയും സഹായം എനിക്ക് കിട്ടിയില്ല. ബാലകൃഷ്ണൻ നായർ പിന്നെ തിരിച്ചു വന്നെങ്കിലും
അദ്ദേഹവും പ്രവർത്തനത്തിൽ അത്ര സജീവമായിട്ടില്ല. പിന്നെ പുതിയ കുറേ സ്വയംസേവകർ ഈയിടെ മരിച്ച ഒരു നാരായണ നമ്പൂരിയുണ്ട്, കോഴിക്കോട്ടിനടുത്താണ് നാരായണ നമ്പൂരിയുടെ വീട്. കേസരിയിലൊക്കെ അയാളെ പറ്റി വന്നിരുന്നു, ഞാൻ ജന്മഭൂമിയിൽ എഴുതുകയും ചെയ്തു. ആ നാരായണ നമ്പൂരിയും അയാളുടെ അനുജനും അവരുടെ അച്ഛൻ ഗുരുവായൂർ ശാന്തി ജോലിയുണ്ടെന്ന് തോന്നുന്നു, അവരവിടെ താമസിച്ചിരുന്നു. അവരുടെ കൂടെ താമസിക്കും, പിന്നെ ഏതെങ്കിലും സ്വയംസേവൻ്റെ കൂടെ താമസിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഒരു 1.5 വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു. അവിടെ തിരുവങ്കിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ ശാഖ തുടങ്ങി. അങ്ങനെയല്ലാതെ ഗുരുവായൂർ ശാഖയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു മെച്ചം വരുത്താൻ എനിക്ക് സാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ആ സമയത്താണ് അവിടുത്തെ ആ പ്രസിദ്ധമായിട്ടുള്ള ആ സമരമുണ്ട്, മണത്തല സമരം നടക്കുന്ന ആ കാലത്താണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സ്വയംസേവകരുണ്ട്, പക്ഷേ ശാഖയില്ല എന്നുള്ള മട്ടായിരുന്നു ആ കാലത്ത്. അങ്ങനെ ആ മണത്തല ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ പറ്റിയിട്ട് ഞാൻ കേസരിക്ക് അയച്ച റിപ്പോർട്ടായിരിക്കണം ഒരുപക്ഷെ ഞാൻ ആദ്യം എഴുതിയ റിപ്പോർട്ടെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഗുരുവായൂർ വരുന്ന സമയത്തെ ഒരു പ്രത്യേകത, ആ സമയത്താണ് EMSൻ്റെ ഭരണം നിലവിൽ വരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് EMSൻ്റെ ഭരണം അധികാരം ഏറ്റെടുക്കുന്നത് ഞാൻ ഗുരുവായൂരിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷമാണ്. സകല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു എവിടെയും. അതുകൊണ്ടും കൂടെയാണോ നമ്മുടെ അവിടുത്തെ സംഘപ്രവർത്തനമൊക്കെ ഒരു മൗഢ്യം വന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം നല്ല സ്വയംസേവകരാണ്, ആർക്കും സംഘത്തിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഇതില്ല. പക്ഷേ ദൈനംദിന ശാഖയിൽ വന്ന് അത് നടത്തുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിഷമമായിരുന്നു ആ സമയത്ത്. 2-3 സ്ഥലങ്ങളിൽ പേരിന് ശാഖകൾ നടന്നിരുന്നേ ഉള്ളൂ. പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയംസേവകർ ധാരാളം വരും.